മെക്കാൻ ഇലക്ട്രിക്കലിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു എറണാകുളത്ത്. ഞാൻ ബാക്കിലിരിക്കാം. പോർഷയുടെ ഏത് മോഡല്? നീ എന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് വേണ്ടി? അത് ശരി. ഇവിടെയല്ലേ, എറണാകുളത്തല്ലേ? ആ, അപ്പം അതിന് ഇങ്ങനത്തെ യൂണിഫോമിലല്ലേ? ഫുജയാണ് കേട്ടോ ഗസ്റ്റ്, ഞങ്ങളല്ല. ഫുജി ഗസ്റ്റ്, ഫുജിന്റെ കൂടെ പോണ രണ്ടാൾക്കാരാണ് ഞങ്ങള്. പോർഷ മെക്കാൻ EV അല്ലേ? ആ, മെക്കാൻ EVയുടെ ലോഞ്ചാണ് എറണാകുളം വരെ. എറണാകുളത്തല്ലേ? പാലരുവട്ടോ? മരടിലാണ്. ആ, വഴി കുറെ പോകാണല്ലോ. എപ്പോഴാ അവിടെ പരിപാടി? ആ, അപ്പോഴേക്കും എത്തും. ചാർജ് റിവേഴ്സ് കയറിക്കൊണ്ടിരിക്കില്ലേ? അങ്ങനെ എന്തോ ബ്രേക്ക് കിട്ടുമ്പോ ഡൗൺ ഹില്ല് വരുമ്പോ മറ്റേ ഹിൽ സ്റ്റേഷൻ ഇറങ്ങുമ്പോ തിരിച്ചിറങ്ങുമ്പോ അതൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഏതൊരെണ്ണത്തിന്റെ റിവ്യൂല്. റെഗുലർ ഡ്രൈവില് ബ്രേക്ക് ചെയ്യുമ്പോ റീചാർജ് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന അതില് കാണാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നീല റീചാർജിങ് ആണ്, വെള്ള ചാർജ് ഉപയോഗിക്കുന്നത്. കണ്ടാ ഇവിടെ റൈറ്റില് റൈറ്റിലേ ഇതല്ല. ഓ യെസ് യെസ്, ഈ കാണുന്നത് ബ്ലൂ ഇതാവുമ്പോ അതിന്റെ അർത്ഥം റീചാർജ് ചെയ്തോണ്ടിരിക്കുന്നു. ബ്രേക്ക് കിട്ടുമ്പോ ബ്ലൂ ആവും, ആക്സിലേറ്റർ ഉപയോഗിക്കുമ്പോ വെള്ളയും. യെസ്, ആ കിടക്കണം. അങ്ങനെ ഞങ്ങൾ പോർഷയുടെ ഷോറൂമിലെത്തി. ഓക്കെ, എൻ്റെ ബാഗ് ഇതിലിരിക്കുന്നുണ്ട് കേട്ടോ, ആയിരുന്നോട്ടെ. അവിടെ അല്ലേ നമ്മളന്നിട്ട് ടെസ്റ്റ് അപ്പം തുടങ്ങുന്നുണ്ട്. അന്ന് കണ്ടിരുന്നല്ലേ? തൃശ്ശൂരിൽ കണ്ടിരുന്ന ആളായിരുന്നോ? അല്ല, നമ്മള് ആയത്തിൽ വെച്ചിട്ട് പോർഷെ മെക്കാൻ ഇലക്ട്രിക്കലിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു എറണാകുളത്തെ ഒരു ഷോറൂമിൽ. ഇത് പോർഷെ മെക്കാൻ ഇലക്ട്രിക്. എനിക്ക് വണ്ടികളെ കുറിച്ച് വലിയ റിവ്യൂ പറയാനൊന്നും അറിയില്ല. ഞാനെൻ്റെ സുഹൃത്തിൻ്റെ കൂടെ വന്നതാണ്. പുള്ളിയാണ് ഇവിടുത്തെ ഗസ്റ്റ്. ഞാനെൻ്റെ സുഹൃത്താണ് ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ, യൂണിറ്റി ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ഡയറക്ടറാണ്. പുള്ളിയുടെ കൂടെ വന്നതാണ്. പുള്ളി ഈ വണ്ടി വാങ്ങാനുള്ളൊരു പ്ലാനുണ്ട്, ഇലക്ട്രിക്.
ഫുള്ളി ഇലക്ട്രിക്. ഇതിൻ്റെ റിവ്യൂ വരെ എനിക്ക് ഇവൻ്റെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. ഞാൻ പുള്ളിയുടെ കൂടെ വന്നു, ജസ്റ്റ് അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു. ആ കൂടുതലുള്ള വീഡിയോ ആണ്. ബ്യൂട്ടിഫുൾ കാർ, അമേസിങ്. ഞങ്ങളിത് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് തൃശ്ശൂർ അവർ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടി. അന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. പക്ഷേ നമ്മുടെ റോഡിൽ ടെസ്റ്റ് ഡ്രൈവ്, പ്രത്യേകിച്ച് തൃശ്ശൂർ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ഭയങ്കര റോഡ് ബ്ലോക്കും പ്രശ്നങ്ങളൊക്കെയാണ്. എന്നാലും ഇതിൽ ഞങ്ങൾ കുറച്ച് ദൂരം ട്രാവൽ ചെയ്തു. ഇറ്റ്സ് അമേസിങ് കാർ, അടിപൊളി. അത്രേ പറയാനുള്ളൂ. എനിക്ക് വേറെ കൂടുതൽ കാര്യങ്ങൾ പറയാനറിയില്ല. നൈസ് കാർ. ഇതാണ് ടൈക്കാൻ. ഇത് സ്പോർട്സ് കാറുകളാണ്. ഇതിലൊക്കെ കയറി ഇരിക്കാൻ ഭയങ്കര പാടാണ്. ഇതും അറൗണ്ട് ഈ പറയുന്ന പോലെ 2 crore അത്രയൊക്കെ വരുന്നുണ്ട് റേറ്റ്. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ വീണ്ടും പറയണു, എനിക്ക് സ്പെസിഫിക്കേഷനോ കാര്യങ്ങളൊന്നും അറിയില്ല. വണ്ടി കണ്ടു, ഇവിടെ ഷോറൂമിൽ വരാൻ പറ്റി. ഇങ്ങനൊരു ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തു എന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഡ്രീം വെഹിക്കിൾ അല്ലേ? സുജയന്റെ ഡ്രീം വെഹിക്കിളിൽ കയറിയിരിക്കുകയാണ്. പോർഷെ മെക്കാൻ EV. സത്യം വാങ്ങിച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾ മരടിൽ നിന്ന് തിരിക്കുകയാണ്. പോർഷയുടെ ഷോറൂമിന് മുമ്പിലാണ്. അവിടെ ഞങ്ങൾ തിരിക്കുകയാണ്, തൃശ്ശൂർക്ക് തിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ രാത്രി 10:11 മണിയായി. അവിചാരിതമായിട്ട് ഇവിടെ വന്ന് പെട്ടൊരാളാണ് ഞാൻ. സുജയൻ്റെ കൂടെ ഇവിടെ വന്ന് പെട്ടു. പോർഷയുടെ ഷോറൂമാണ് എറണാകുളത്ത്, കൊച്ചിയിലുള്ള പോർഷയുടെ ഷോറൂം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണാം. വരയ്ക്കും ബൈ.